Hello. Hi dears, welcome back to our family. Please. Welcome back പറ. Hi പറ. Hi. Baby, welcome back പറഞ്ഞേ. Hoi. Hoi. ഇന്നൊരു മൂഡ് ശരിയല്ലോ. കൊച്ചു രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തൊട്ടിട്ട് അത്ര നല്ല മൂഡിലല്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിക്കുട്ടിൻ്റെ മൂന്നാമത്തെ ചോറൂണാണ് കേട്ടോ. അപ്പം പക്ഷേ ഫോണ് പഴനിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ പഴനിയിലാണുള്ളത്. അപ്പം വാവേന് മുട്ട അടിക്കാൻ പോവുകയാണ് ആദ്യമേ. കുഞ്ഞിൻ്റെ മുട്ട അടിക്കാൻ പോവാ. ഇനിയിപ്പോൾ മുഖമൊക്കെ മാറും അല്ലേ? മുട്ടച്ചൻ അല്ലെങ്കിൽ പിന്നെ മുടിയില്ല. നീ മുട്ട അടിച്ച് കഴിയുമ്പോഴത്തേനും മുടി ആവും കേട്ടോ. എന്നിപ്പാ ഞങ്ങളുടെ 3 പേരുടെയും ഇതാണ് കേട്ടോ, ഫാമിലി കോംബോ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണേ. എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്തതാണ്. പക്ഷേ മുട്ട അടിക്കാൻ നേരം ഇത് അമ്മ എവിടെയാണ് ഗുരുവായൂർ പോയപ്പോൾ അമ്മ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അമ്മയ്ക്ക് നിർബന്ധം ഇതിടണമെന്ന്. അപ്പം ഞാൻ വിഷമിപ്പിക്കാണ്ട് വെച്ചിട്ട് അതിട്ട്. ഇനി മുട്ട അടിച്ചതിന് ശേഷം ഞങ്ങൾ 3 കോംബോ ആയിരിക്കും. പക്ഷേ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. വന്നതിന് ശേഷം എന്തായാലും വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പഴനി പോണതും പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് വ്ലോഗിൽ കാണാം അല്ലേ കാശിയെ? പറ, വീഡിയോ കാണണമെന്ന് പറ. എൻ്റെ മോൻ ചെറിയ വിഷമത്തിലിരിക്കുക. പിന്നെ ദേവി ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫുഡും കൂടെ മേടിച്ചിട്ട് വേണം. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പം നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ മക്കളെയൊക്കെ ഒരുക്കി സെറ്റാക്കി എത്തിയിട്ടുണ്ട്. മുടിയെടുക്കാൻ പോകാനാണെന്ന് രണ്ടാക്കുക. കാശുകുട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ പറയാം, കാശുകുട്ട മുടിയെടുക്കാൻ പോവുകയാണേന്ന് പറയും. പക്ഷേ എന്തറിയാനാ, ഇതിപ്പോൾ വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കാർട്ടൂൺ വെച്ചിട്ടുണ്ടായിരുന്നു. ജാനിമോൾ അപ്പുറത്തെ റൂമിലായിരുന്നു. ചേച്ചിക്കൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരുക്കിയിട്ട് അവളെ കൊണ്ടുവന്നിരുത്തിയതാണ്. അപ്പോൾ കാർട്ടൂൺ വെച്ചപ്പോഴത്തേന് ആ ഫോൺ അവൾക്ക് വേണം. ഈ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് മോനും വേണം. അങ്ങനെ രണ്ടാളും കൂടെ വാശിയായിരുന്നു. അമ്മയുടെ വേറെ ഫോണിൽ പിന്നെയും വേറൊരു കാർട്ടൂൺ ഇട്ടപ്പോഴത്തേന് അവൾക്ക് അതും വേണം. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് എൻ്റെ ഫോൺ കാശ് കൊണ്ട് വെച്ച് കൊടുത്തു. അതും അവൾക്ക് വേണം. അങ്ങനെ എന്ന് വെച്ചാൽ പിള്ളേരല്ലേ, അവരുടെ ചെറിയ ചെറിയ കുസൃതികളും കുറുമ്പുകളും. അവൻ്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് അവൾക്ക് വേണം, അവളുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് അവന് വേണം. അങ്ങനെ രസമാണുണ്ട്. സമയം പോണേ അറിയത്തില്ല. അത് ഒരാളല്ല, ഇപ്പോൾ 2 പേരെന്നല്ല, ഇനിയിപ്പോൾ എത്ര പിള്ളേർ വന്നാലും സമയം പോകണം നമുക്കറിയില്ല. പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർമാർക്കൊക്കെ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ. അതുപോലെയാണ് വീട്ടിലും നമുക്ക് സമയം പോകണമെന്നേ അറിയില്ല. ഇങ്ങനെ അവരോട് കാര്യം പറഞ്ഞ് അവരെ കളിപ്പിച്ച് നോക്കി എഴുതിയിട്ടാണ്. ഇതുപോലെ ഞങ്ങൾ ഫോൺ അങ്ങനെ എപ്പോഴും ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ഇതിപ്പം മുടിയെടുക്കാൻ പോകുന്നതിന് ചെറിയ വാശിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നപ്പോഴാണ് ഫോൺ കൊടുത്തത്. ഞങ്ങളെല്ലാവരും കൂടെ പോയത് ഇതോടെ പോണ് ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിലാണ് കേട്ടോ പോയത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ നമ്മളവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മാമൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളാണ് നമ്മളെ കൊണ്ടുപോയതൊക്കെ. റൂം എടുത്തതൊക്കെ ആളായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പൂവ് വന്നിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ ഉണ്ടല്ലോ, തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് പൂവാണ്. എനിക്ക് തല നിറച്ച് പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സൈഡിൽ നിൽക്കുന്ന ഓട്ടോ ചേട്ടനില്ലേ, ആ മാമനാണ് കേട്ടോ നമ്മുടെ കൂടെ എല്ലാ കാര്യം. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ തൊട്ടിട്ട് എല്ലാത്തിനും ആൾ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഗോകുനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മാമനെല്ലാം വിളിച്ച് സെറ്റാക്കിക്കൊണ്ടിട്ടേ. ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തന്നെ മുടി എടുക്കുന്ന ഭാഗമുണ്ട്, അവിടെയാണ് പേടിക്കുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന്. നമ്മൾ സാധാരണ പണിയിൽ ചെല്ലുമ്പോൾ എവിടെയാണോ റൂം എടുക്കുന്നത് അവിടെ വന്നിട്ടൊരു ചോദിക്കും, ഇത്ര രൂപയോളം മുടി എടുക്കാമെന്ന്. അങ്ങനെയാണ് എടുക്കാറുള്ളത്. ഇതിപ്പം നമ്മൾ റൂം എടുത്തതും ദേവസ്വം ബോർഡിൻ്റെ തന്നെ റൂമായിരുന്നു. 1100 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ റൂം അത്ര നീറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചെറിയ ചെറിയ റൂമുകൾ, നമ്മുടെ നോർമൽ ക്ലോസറ്റൊക്കെയാണ് ടോയ്ലറ്റിലുള്ളത്. വലിയ നീറ്റ്നെസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ അതെ, ഞാൻ മുടിയെടുക്കാനും നമ്മൾ ദേവസ്വം ബോർഡിൽ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേന് ടോക്കൺ എടുക്കാൻ നമ്മളൊന്നും അറിഞ്ഞില്ല. എല്ലാത്തിനും ആളുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ എനിക്ക് കാലാവസ്ഥയിൽ നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ ആളുണ്ട്. ഈ ഫ്ലോട്ടും കൊണ്ട് പോകണോണ്ടിട്ട് അവർക്ക് അവിടെ കണക്ഷൻ ഉള്ളതുകൊണ്ടിട്ടേ കാശിക്കുട്ട വണ്ടി കയറിയപ്പോൾ തന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിയിട്ടാണ് മുടിയെടുത്തത്. അത് അമ്മ ഉണത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഉണത്തില്ല കേട്ടോ. ജാനിമോക്ക് മുടിയെടുത്തപ്പോഴത്തേനും നല്ല ബഹളമായിരുന്നു. 3-4 പേര് കയറി അവളെ പിടിച്ചിരുത്തിയിട്ടാണ് അവളുടെ മുടിയെടുത്തത്.
കുട്ടിക്ക് കുറച്ചുകൂടെ അറിവായല്ലോ, ഇപ്പോൾ 1.5 വയസ്സാവാറായി, അപ്പോൾ അതിൻ്റേതായ വളർച്ചയുണ്ട്. അപ്പോൾ മുടിയെടുക്കുന്നതൊക്കെ അവൾക്ക് അറിയാം. കണ്ടോ, മൂശിട്ട് എടുത്തിരിക്കുകയാണ്, മുടിയെടുത്ത് ആൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. പക്ഷേ പിള്ളേർക്ക് എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുഖമൊക്കെ മാറിപ്പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാശിക്കുട്ടിന് തോന്നി മുടി ഇല്ലാത്തതുകൊണ്ടിട്ട് അവൻ്റെ ഫേസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ഉറക്കണിട്ടപ്പോഴത്തേന് കാശിക്കുട്ടിൻ്റെ മുടിയെല്ലാം പോയി. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ പോയി കുളിപ്പിച്ചിട്ട് പിന്നെയാണ് പഴനിക്ക് പോണത്. ഇത് വാവയ്ക്ക് ചന്ദനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 പേർക്കും ചന്ദനം ഇട്ടിട്ടുണ്ടായിരുന്നു. ചന്ദനം ഇടുന്നത് മറ്റേ ഇതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചന്ദനം ഇട്ട് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളരുന്നത് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ എന്നറിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹോളിലിരുന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടിട്ടാണേ. ഇതും ആ മാമൻ തന്നെയാണ് ചന്ദനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. മാമൻ തന്നെ എല്ലാത്തിനും കൂടെ നിന്ന്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരാൾ അറിവുള്ള അല്ലെങ്കിൽ അവിടുത്തെ കുറേ പരിചയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനമാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ആരെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല, ദൈവം സഹായിച്ച്. പിന്നെ കാശിക്കുട്ടിൻ്റെ മുട്ടയൊക്കെ നന്നായിട്ട് ചന്ദനമൊക്കെ പൂശിയതിന് ശേഷം ഞങ്ങൾ ജാനിയുടെ അടുത്തോട്ട് പോയി. ജാനിയുടെ മുടിയിൽ മുട്ടയും ചന്ദനം പൂശിയപ്പോഴത്തേക്ക് കാശിക്കുട്ടി കരച്ചിലായിരുന്നു കേട്ടോ. ജാനിക്കുട്ടി കരച്ചിലായിരുന്നു കേട്ടോ. അവൾക്ക് ആ മുടി എടുത്തതിൻ്റെ ചെറിയൊരു വാശിയിലിരിക്കുകയാണ്. അപ്പോൾ ചന്ദനം പുരട്ടുമ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ പഴനി പകലല്ലേ കയറുന്നത്, അതുകൊണ്ടിട്ടാണ് ചന്ദനം പുരട്ടാന്ന് പറഞ്ഞത്. സോ എന്തായാലും തണുപ്പ് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ചന്ദനം പുരട്ടിയിട്ടുണ്ടായിരുന്നത്. 2 ആൾക്കും ചന്ദനമൊക്കെ പുരട്ടി 2 ആളെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പിന്നെ പഴനി പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും റെഡി ആയിട്ടോ. അങ്ങനെ കാശിക്കുട്ടിൻ്റെ മുട്ടയും കഴിച്ച് ഞങ്ങൾ വന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ പഴനിയിൽ കയറാൻ പോവുകയാണേ അല്ലേ അമ്മ? അപ്പോൾ എന്താ ഫോൺ അലൗഡ് അല്ല കേട്ടോ മുകളിലോട്ട്. ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇതാണ് കാശിക്കുട്ടിൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല രസമില്ലേ? ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാനല്ല മണോന്നാ ഇവർക്കുള്ളത് ഈ മാമനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടിട്ട് എല്ലാ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാമൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നതെല്ലാം ഈ മാമനാണ്. എല്ലാവരും അങ്ങനെ നമ്മൾ പാക്കപ്പ് ആയിട്ടോ. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം. തിരിച്ചിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കാലിന് താഴത്തുള്ള സാധനങ്ങളെല്ലാം വെച്ചേക്കാണ്. എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പെരിയനായകി അമ്മൻ കോവിൽ എന്ന് പറയുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇത് പഴനി മലയുടെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. ഇവിടെയൊക്കെ കുറേ തേരുകൾ വെച്ചിട്ടുണ്ടല്ലോ. പഴനിയിൽ ഉത്സവമാകുമ്പോൾ തേര് വലിക്കും കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ ശിവനും പാർവതിയും ഗണപതിയും മുരുകനും വള്ളിദേവിയും പിന്നെ നമ്മുടെ മുരുകന് 2 വൈഫുമാരാണല്ലോ, അതിൽ 2 പേരും ഒക്കെ ഉണ്ട്. ഒരുപാട് ദൈവങ്ങളൊക്കെ ഉള്ള ഒരുപാട് പ്രതിഷ്ഠയുള്ള നല്ലൊരു അമ്പലമാണ്. എനിക്ക് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെക്കാളും കൂടുതലും ഒരു ട്രഡീഷണൽ വൈബ് പോകുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ച് പോകുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴുള്ള ഇതുപോലത്തെ കോവിലുകളിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ. എല്ലാം പാറയിൽ കൊത്തുപണികൾ. നമ്മുടെ ഇവിടെ ഉണ്ട് പാറയിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര വലുതായിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാണുമായിരിക്കാം, പക്ഷേ ഇത്ര ഭംഗിയോടെ എനിക്ക് വേറെ എവിടെയും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ടിട്ടായിരിക്കും കേട്ടോ. കണ്ണൂർ ആ ഭാഗത്തൊക്കെ വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പണി ഭയങ്കര എനിക്കറിയത്തില്ല, എന്ത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. മൊത്തം കല്ലിൻ്റെ അകത്ത് തന്നെ പണിതേക്കുന്ന അമ്പലമാണ്. ഒരുപാട് ചിത്രപ്പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തോരം പൈസ ആയിട്ടുണ്ടാവും ഇതൊക്കെ പണിയാൻ വേണ്ടി. ഇത് കണ്ടോ, ഇത് ആ പണിയുടെയാണ്. ആ മുകളിൽ മഞ്ഞ് പോലെ നിൽക്കുന്നുണ്ടോ ആ ദേവി വിഗ്രഹത്തിന് മുകളിൽ, അത് പുകയാണ്. നമ്മുടെ വിളക്കെന്നൊക്കെ വരുന്ന പുകയുണ്ടല്ലോ, ആ പുകയാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഇതേണ്ടേ ആ മാമൻ കുതിരവണ്ടി എടുത്തുകൊണ്ട് വന്ന് കൊണ്ടുവന്നില്ല അവിടെ ഉണ്ട്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് ആ മാമൻ കിടന്ന് ഓട്ടോ ഇടുന്നത്. അപ്പം അതൊക്കെ എടുത്തുകൊണ്ട് പിന്നെ പഴനിയിൽ ഫോൺ എടുക്കാം കേട്ടോ. ഇവരെല്ലാവരും പറഞ്ഞു ഫോൺ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കാതെ ഞാൻ മുകളിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം എല്ലാവരും ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭിക്ഷക്കാർ വരും കേട്ടോ. അത് നോക്കി കണ്ടത് ഒരുപാട് ഇതായിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് പൈസ കൊടുക്കുന്നതിലും ബെറ്റർ ഫുഡ് വാങ്ങി കൊടുക്കുന്നതാണ്. നമ്മളങ്ങനെ ഇന്നലെ നൈറ്റ് പോയ ടൈമിൽ ഇതുപോലെ കുട്ടി വന്നിട്ട് എന്നെ ചോദിച്ചു അക്ക പസിക്കുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് വേണോ ചോദിച്ചാൽ അവൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിച്ചു കൊടുത്തു. ഞാനൊന്നും വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുത്, ആ ഒരു പോളിസിയാണ്. പിന്നെ നമ്മളവിടെ എനിക്ക് തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടെ വന്ന് ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇനിയൊരു വീഡിയോയിലാവട്ടെ ഞാൻ പറയാം കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടൈപ്പിലുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ.
നല്ല ബിരിയാണി, എനിക്ക് തമിഴ്നാട്ടിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മൾ വാഗമണിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെല്ലുമ്പോഴത്തേന് എന്തായാലും രാത്രിയാവുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങിപ്പോകാനായിട്ട് ഒരാഗ്രഹം. പക്ഷേ അതുകൊണ്ടിട്ട് ഗോകു ഒരുപാട് വലഞ്ഞു പോയി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവൻ 10 മണിക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് രാത്രി 3:30 ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. ആ സമയം വരെ ഓടിച്ച് ഉറക്കവും വരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് ടയേർഡാവുകയും ചെയ്തു. അതുകൊണ്ടിട്ട് ഗോകുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നത് കാശുകുട്ടൻ്റെ മടിയിൽ നിന്ന് ഉറങ്ങുമായിരുന്നു. ഗോകു ഡ്രൈവിംഗ് സീറ്റിൽ, ഞാൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവ ഉറങ്ങാതിരിക്കണം, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത്. ഇവ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല, ചുമ്മാ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴെല്ലാം നൈറ്റ് ആ ഒരു സമയം, വെളുപ്പിന് ആ ഒരു സമയം പറയാമല്ലോ, നല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗോകു ചായ കുടിക്കണമെന്നുണ്ട്, എവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കണം. അങ്ങനെ ഞങ്ങൾ നിർത്തിയാണ് വന്നത്. 20 മുകളിലോട്ട് വണ്ടി കയറ്റിയിട്ടേ ഇല്ല. സ്പീഡ് കുറച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതുകൊണ്ടിട്ട് സ്പീഡ് നന്നായിട്ട് കുറച്ച് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കമ്പംതേനി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കമ്പത്തുള്ള മുന്തിരിത്തോപ്പാണ്, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കമ്പംതേനി ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിയൊന്നും പലയിടത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ടാവാറില്ല, അതിൽ ചെല്ലുന്ന സീസൺ മിക്കവാറും ഓഫ് സീസണൊക്കെ ആയിരിക്കും. ഈ ടൈം പോയപ്പോഴത്തേന് ഇഷ്ടംപോലെ മുന്തിരി വിളഞ്ഞതും പച്ചയും ഒക്കെ കാണാൻ പറ്റി. അത് കാണാൻ ഭയങ്കര ചന്തമാണ് കേട്ടോ. പിന്നെ ഒരുപാട് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വൈൻ വെച്ചിട്ടുണ്ട്. ഇവർ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേന് ഞാനവിടെ വൈൻ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പോയി മേടിച്ച് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ദൈവമേ അവരവിടെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര വീര്യമുള്ളത്. നമ്മൾ ഈ കള്ളൊക്കെ കുടിക്കുന്ന സ്മെല്ലുണ്ടല്ലോ, ആ ഒരു വൃത്തിയായിട്ട സ്മെല്ലാണ്. ഞാൻ എന്തായാലും ഒരു സിപ്പ് ചെയ്തിട്ട് ഞാൻ ആദ്യമേ ചെന്ന് നമ്മൾ സാധാരണ ഇവിടെ നിന്നൊക്കെ മുന്തിരി വൈൻ വാങ്ങുമ്പോൾ നല്ല സ്വീറ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, ഓർക്കാൻ പോലും വയ്യ. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വാഗമൺ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് രാത്രിയായി, അതുകൊണ്ടിട്ട് ഒരു വക കാണാനില്ലായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോരേണ്ട അവസ്ഥയായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ, ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന സമയം അതായിരുന്നു, നല്ല കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പോകാറുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ മഞ്ഞ് കുറവായിരുന്നു. അങ്ങനെ വെട്ടമില്ല, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വെട്ടം പോകുന്നു. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ വന്ന വഴിയൊക്കെ എൻ്റെ പൊന്നളിയാ, നല്ല തണുപ്പ്, തണുപ്പ് മാത്രമല്ല, എൻ്റെ ഈ ഷോൾഡർ ഇളകിയിട്ടുള്ള വണ്ടി കുടിച്ചിട്ട്. ഇങ്ങോട്ട് വന്ന വഴി എങ്ങനെ ഉണ്ടായി? നല്ല ഗംഭീര വഴി. ഇതാ ഷോൾഡറില്ല, നീര് വെച്ചിട്ടുണ്ട്, ഷോൾഡർ നീര് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പരുന്തുംപാറാണ് ചാട്ടിച്ചാ കയറിയത്. ഒന്നാമത്തെ കയറി ഇരട്ടിക്കാണല്ലോ, വണ്ടിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാലോ. ജിത്തോ തണുപ്പ് നല്ല രസമുണ്ട്. ഞങ്ങള് തണുപ്പ് നോക്കാൻ ഇറങ്ങിയതാ, അല്ല തണുപ്പ് നോക്കാനെന്ന് പരുന്തുംപാറ നോക്കാൻ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയി. രാത്രി 9:30 ഒന്നും ക്ലോസ് ആവൂലേ. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ നിർത്താം, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ടയേർഡായിരിക്കും. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊന്നുമില്ല, ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. താങ്ക്